Hello, welcome to Pep Learning. CUT UG 2024 2024 ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന ഡിഗ്രി കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയാണ്. അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകൾ പ്രകാരം വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇന്ന് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്, രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്താണ് CUT UG, എന്തൊക്കെ കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക, ഈ വർഷം വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം ഈ ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്പിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ CUT UG എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻസ് ഇന്ന് തുടങ്ങും, ഇന്ന് ഈവനിങ്ങിന് തുടങ്ങും എന്നുള്ളതാണ് ടൈംസ് ന്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ, അതുപോലെ തന്നെ വിവിധ പത്രങ്ങൾ, അതുപോലെ തന്നെ UGC ചെയർമാൻ ഉദ്ധരിച്ചുകൊണ്ട്, ജഗദേഷ് കുമാറിനെ ഉദ്ധരിച്ചുകൊണ്ട് കൂടി പറയുന്ന ന്യൂസുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വർഷത്തെ എക്സാമിനേഷന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന റിപ്പോർട്ട് ഈ വർഷം ഹൈബ്രിഡ് മോഡൽ ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 10 സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യാനുള്ളിടത്ത് നിന്ന് 6 സബ്ജക്റ്റിലേക്ക് ചുരുങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന ഹൈബ്രിഡ് ഫോർമാറ്റിലേക്ക് വരുന്ന സമയത്ത് OMR ബേസിലുള്ള എക്സാമിനേഷൻ, ഓഫ്ലൈൻ എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റം. അപ്പം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സംഗതി, CUT UG എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതായത് +2 ശേഷം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രിയോ അതല്ലെങ്കിൽ മറ്റ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വലിയ അവസരവും ഓപ്പർച്യൂണിറ്റിയുമാണ് CUT UG എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെയുള്ള, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രി പഠിക്കാനുള്ള അവസരമാണ് CUT എക്സാമിനേഷനിലൂടെ ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു എക്സാമിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൾട്ടിപ്പിൾ ലെയറിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ തന്നെ സെക്ഷൻ 1 എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സാമിനേഷൻ ആണുള്ളത്. സെക്ഷൻ 1 അതിൽ തന്നെ സെക്ഷൻ 1A 1B എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ഭാഷകൾ 13 ഭാഷകളുണ്ട്. അല്ലാത്ത ഫോറിൻ ലാംഗ്വേജസ് നിങ്ങൾക്ക് സെക്ഷൻ 1Bയിൽ കാണാൻ വേണ്ടി സാധിക്കും. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്. 27 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്താണ് എലിജിബിലിറ്റി, ഒരു കോഴ്സ് പഠിക്കാൻ, BA ഇംഗ്ലീഷ് പഠിക്കാൻ, BCom ഹോണേഴ്സ് പഠിക്കാൻ ഒക്കെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന പോലെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ. ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സിലബസ് എന്ന് പറയുന്നത് +2 സിലബസ് ആണ്. അപ്പോൾ +2 എന്ന് പറയുന്നത് 2ാമത്തെ വർഷത്തെ സിലബസിലാണ് കാര്യമായിട്ട് ഉണ്ടാവുക. അതിപ്പോൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള ഏരിയകൾ. ജനറൽ നോളജും അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് ഒക്കെ പോലെയുള്ള ഏരിയകൾ പഠിക്കാനുണ്ടാവും എന്നുള്ളതും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഈ വർഷം പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു മാറ്റം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIUP നടപ്പിലാക്കുന്നതായിരിക്കും മിക്ക യൂണിവേഴ്സിറ്റികളും. അതുപോലെ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഡിഗ്രി കോഴ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പുകൾ കൂടി കുട്ടികൾ നടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സിലേക്ക് മാറുകയാണ്, കേരളത്തിലൊക്കെ അടക്കം മാറുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പത്രത്തിൽ പ്രധാനമായിട്ടും വരുന്ന മാറ്റം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള സ്വഭാവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ എന്നുള്ള സ്വഭാവത്തിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ വരുന്ന ദിവസങ്ങൾ, ഈ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. CUT രജിസ്ട്രേഷൻ വരുന്ന സമയത്താണ്. ഈ വർഷം എന്തു മാറ്റമാണുള്ളത്, ഈ വർഷം എന്തൊക്കെയാണ് വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് +2 കുട്ടികൾ മാർച്ച് 1 മുതൽ അവരുടെ എക്സാമിനേഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഭാവി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ്. +2 എക്സാമിനേഷൻ ഈ മാസം 26 ഏകദേശം കഴിയും. 26 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷൻ എന്നുള്ള സ്വഭാവത്തിലേക്ക് മെയ് 11 മുതൽ ആണ് എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും
നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം മെയ് 15 മുതൽ മെയ് 31 വരെയുള്ള തീയതികളിലായിട്ടാണ് CUT UG എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ഉള്ള ഷെഡ്യൂളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം NTA CUT UG എക്സാമിനേഷൻ തുടങ്ങുന്നു. CUT UG എക്സാമിനേഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള CUT UG ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പെപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന് കോൺടാക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡൊമൈൻ സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.